എനിക്ക് സത്യമായിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ഡബ് ചെയ്യാൻ പേടിയാണ്. അതുകൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. എന്തായാലും ഇത് തന്നെയാ ഭംഗി. ആ രണ്ട് കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളി കിടക്കട്ടെ. തുടരും സിനിമ ആക്ച്വലി ഞാൻ ഡബ് ചെയ്തതാ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്ത് പറയുന്നത് കേട്ടോ. ഫുൾ പിക്ചർ ഞാൻ ഡബ് ചെയ്തു. ക്ലൈമാക്സ് ഒക്കെ അലറി നിലവിളിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എഫർട്ട് എടുത്ത് അത് ചെയ്തു. ഫുൾ പേയ്മെൻറ്റും എന്നോട് ബാർഗെയിനിങ് പോലും ഇല്ലാതെ നല്ല പേയ്മെൻറ്റും എല്ലാം വാങ്ങി. ഇതെല്ലാം കഴിഞ്ഞു. പടം റിലീസാവുന്നേ ഇല്ല. എന്നോട് അവർ ഓപ്പണായിട്ട് പറഞ്ഞു, ശോഭന പറഞ്ഞു ഞാൻ ഡബ് ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശോഭനയെ കൊണ്ട് അത് ഡബ് ചെയ്യിപ്പിച്ചു. ഓക്കെ, എന്നോട് ഒരു വാക്ക്, ഇത്രയും സിനിമകൾ ഡബ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശോഭനയ്ക്ക് എന്നെ വിളിച്ചൊരു വാക്ക് പറയാമായിരുന്നു. ക്ലൈമാക്സിൽ എൻ്റെ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട് അവർ. പലപ്പോഴും സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും താങ്ക്ഫുൾ അല്ലാത്ത സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വന്ന ജീവിതത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഡബ്ബിങ്ങിൻ്റെ കാര്യം, ആ ഒരു ചെറിയ കാര്യം തന്നെ ഞാൻ പറയാം. ഇതെടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശബ്ദം കൊടുക്കുന്നു. ഈ ശബ്ദത്തിലൂടെയാണ് ഒരു പക്ഷെ അവർ ഫേമസ് ആവുന്നത്. ഈ ഫേമസ് ആയി കഴിയുന്ന വേളകളിൽ കുറച്ച് കഴിയുമ്പോൾ അവർ എനിക്ക് എൻ്റെ ശബ്ദം, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം വേണ്ട, മറ്റൊരാളുടെ ശബ്ദം മതി എന്ന് പറയുന്ന, അതായത് താങ്ക്ഫുൾ അല്ലാത്ത രീതിയിൽ പെരുമാറിയ സംഭവങ്ങളും ഈ ഒരു കരിയറിനിടയിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം വേണ്ട, വേറൊരാൾ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ റീസെൻ്റ്ലി എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമം, എല്ലാവർക്കും അറിയാം, ശോഭനയുടെ ഒട്ടുമിക്ക സിനിമയിലും ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളതെന്ന്, അല്ലേ? എല്ലാവരും പറയും ഏറ്റവും നല്ല സ്വീറ്റാവുന്നതും എൻ്റെ ശബ്ദമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ തുടരും സിനിമ ആക്ച്വലി ഞാൻ ഡബ് ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്ത് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ പറയണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നൊരു വിഷയമാണ്. കാരണം ഈ തുടരും സിനിമ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡബ്ബിങ് തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? അപ്പോൾ പറഞ്ഞു, കുറേ ആയി ചേച്ചി, പിന്നെ എല്ലാവരും കഴിഞ്ഞു, ലാൽ സാറൊക്കെ ചെയ്തു, ചേച്ചി മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു തമിഴ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അവർ നന്നായിട്ട് തമിഴ് അറിയുമല്ലോ, അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിച്ചൂടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല അതൊരു ഡിസ്കഷൻ അവിടെ നടന്നു, ശോഭനയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ഡബ് ചെയ്യണം എന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. ഡയറക്ടർ തരുൺ മൂർത്തി, നമ്മളെല്ലാവരും കൂടി, ഈവൻ സ്ക്രിപ്റ്റ് റൈറ്റർ സുനിൽ അവിടെ എല്ലാവരും ഇരുന്ന് തീരുമാനിച്ചു, വേണ്ട നമുക്ക് ഭാഗ്യ ചേച്ചി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി വന്നേ പറ്റൂ. ഞാൻ പോയി. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഡബ്ബിങ്ങിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇല്ലാതെയായി എനിക്ക്. കാരണം എനിക്ക് എൻ്റെ വോയിസ് ഓവർ എക്സ്പോസ്ഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഓവർ എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ട് എഫക്റ്റഡ് ആവുന്നത് ക്യാരക്ടേഴ്സാണ്. ഭാഗ്യലക്ഷ്മിയാണ് അവിടെ കാണുന്നത്, അതെനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ശോഭന ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോഴും തരുൺ മൂർത്തിയും സുനിലും കൂടെ, അപ്പം അന്ന് രഞ്ജിത്ത് സ്റ്റുഡിയോയിൽ വന്നിട്ടില്ല, ഇല്ല ചേച്ചി തന്നെ ചെയ്യണം. ഫുൾ പിക്ചർ ഞാൻ ഡബ് ചെയ്തു. ക്ലൈമാക്സ് ഒക്കെ അലറി നിലവിളിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എഫർട്ട് എടുത്ത് അത് ചെയ്തു. ഫുൾ പേയ്മെൻറ്റും എന്നോട് ബാർഗെയിനിങ് പോലും ഇല്ലാതെ നല്ല പേയ്മെൻറ്റും എല്ലാം വാങ്ങി. ഇതെല്ലാം കഴിഞ്ഞു. പടം റിലീസാവുന്നേ ഇല്ല. അപ്പോൾ എമ്പുരാൻ്റെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചു ഒരു ദിവസം രഞ്ജിത്തിനോട്, ഡബ്ബിങ് കഴിഞ്ഞ് 1 മാസമൊക്കെ ആയി, ചെറിയ കുറച്ച് കറക്ഷൻസൊക്കെ ഉണ്ട്, പിന്നെ ചേച്ചിയോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചാൽ ചേച്ചിയുടെ വോയിസ് മാറ്റി കേട്ടോ, ശോഭന തന്നെ ഡബ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ച് പറയുക എന്നൊരു മര്യാദ നിങ്ങൾക്കില്ലേ? അപ്പോൾ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, ശോഭന പറഞ്ഞു ഞാൻ ഡബ് ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശോഭനയെ കൊണ്ട് അത് ഡബ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഒരു അഭിനയിച്ച വ്യക്തി, അത് മെയിൽ ഓർ ഫീമെയിൽ, അവർക്ക് അവരുടെ വോയിസ് കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്.
അതിൽ നമ്മൾ ആരും കൈകടത്താൻ പാടില്ല. ആർക്ക് ആര് വോയിസ് കൊടുക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് ഒരു ഡയറക്ടറുടെ പിന്നെ ഡ്യൂട്ടിയാണ്. അത് ഡയറക്ടറുടെ പരമാധികാരമാണ്. അതേസമയം ആ ആർട്ടിസ്റ്റിന് കോൺഫിഡൻസ് ഉണ്ട്, ഇല്ല എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് ആർട്ടിസ്റ്റിന് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് ഇനി ഏത് കോടതി പോയാലും കോടതിയും പറയും അവരുടെ വോയിസല്ല അവർ ചെയ്യണമെന്ന് പറയുന്നത്. അതിലൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ എന്നോട് ഒരു വാക്ക്, ഇത്രയും സിനിമകൾ ഡബ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ശോഭനയ്ക്ക് എന്നെ വിളിച്ചൊരു വാക്ക് പറയാമായിരുന്നു. ബാക്കി നീ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ എനിക്ക് ഒരാഗ്രഹമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഒരു പടമെങ്കിലും എനിക്ക് ഡബ് ചെയ്യണമെന്ന്. എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. അതവർ പറഞ്ഞില്ല, പ്രൊഡ്യൂസർ പറഞ്ഞില്ല, ഡയറക്ടർ പറഞ്ഞില്ല. ഇതേ ഡയറക്ടർ അതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ വരുന്ന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ സിനിമ ശോഭന ഞാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ശോഭനയുടെ ഓൺ വോയിസ് ആണെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെയും കൂടെ നുണ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, എനിക്കിതിന് ഞാൻ പിന്നെ അതൊരു വീഡിയോ ചെയ്ത് അതിനെ കുറേ ചാനലുകൾ അതിനെ എടുത്തിട്ട് വൈറലാക്കി, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ പടം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ തിയേറ്ററിൽ കാണാൻ പോയി. ക്ലൈമാക്സിൽ എൻ്റെ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ട് അവർ. കാരണം എനിക്ക് നന്നായിട്ടറിയാം അത്രയും അലറി നിലവിളിച്ച് ശോഭനയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ശോഭനയ്ക്ക് അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. ഡയലോഗൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അലറൽ നിലവിളിയൊക്കെ എൻ്റെയാണ്. അതിൻ്റെ ഒരു 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 എത്തിക്സ് എന്നോട് അവർ കാണിച്ചില്ല എന്ന് എനിക്കത് നല്ല സങ്കടമുണ്ട്. സിനിമ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ കൂടുതൽ റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ അഭിനയിക്കുന്ന ആൾ തന്നെ ഡബ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് അതിപ്പം ഡയറക്ടേഴ്സ് മാറുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവർ മാറുന്നുണ്ട്, ആളുകളാണെങ്കിലും ഇത് ഇവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു സമയം എത്തിയിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ ഇപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കൊരു ഭീഷണി, അവർക്കൊരു ഇൻസെക്യൂരിറ്റി വരേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇനി നമ്മളിതല്ല നമ്മൾ സീരിയലുകളിലേക്ക് അന്യഭാഷകളിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുമാർക്ക് അത് ഉണ്ടാക്കുമോ? അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു മാറ്റം. 2001 ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നോക്കിക്കോളൂ ഇനി ഒരു 10 കൊല്ലം കൂടെ ഇവിടെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. 10 കൊല്ലം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓൺ വോയിസിലേക്ക് പോകും, സിങ് സൗണ്ടിലേക്ക് പോകും, അവരവരുടെ ശബ്ദം കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്ക് പോകും. കാരണം പണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് പേര് സിനിമയിലേക്ക് വന്നവരാ. ഇന്നങ്ങനെയല്ല, ഇന്നൊരു പാഷനായിട്ടും എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പെൺകുട്ടികളും ഒക്കെ അല്ലേ. അന്ന് അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു പലരും. അപ്പോൾ അവരൊക്കെ അതുകൊണ്ടാണ് അവർ വർഷത്തിൽ 1 പടമോ 2 പടമോ, അവർ കണ്ടമാനം പടങ്ങളൊന്നും ആ കുട്ടികൾ എടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് ഒരു അവാർഡൊക്കെ കിട്ടുമ്പോൾ ഇത് ഫുൾ എൻ്റെ ക്രെഡിറ്റ് ആണെങ്കിൽ എൻ്റെ വോയിസ് തന്നെ ആവണം, മറ്റൊരാളുടെ വോയിസ് യൂസ് ചെയ്താൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ഒരു എന്താ പറയുക, പ്രൊഫഷണൽ സീരിയസ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ സാങ്കേതികം വളരുകയാണ്, ടെക്നോളജി ഇങ്ങനെ വളരും തോറും ഈ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് ഷൂട്ടിംഗ് സെറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഷൂട്ടിംഗ് സെറ്റുകളൊക്കെ പൊളിച്ചു, എല്ലാവരും പുറത്തേക്ക് വന്നു. അപ്പോൾ ആ സ്പേസൊക്കെ പിന്നെ എന്ത് ചെയ്യും? അപ്പം ചെന്നൈയിലൊക്കെ അത് പിന്നെ ഗോഡൗണായി, പിന്നെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളായി, അല്ലെങ്കിൽ ഫ്ലാറ്റുകളായി, എല്ലായിടത്തും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ബാധിക്കപ്പെടുന്നത് ഹീറോയിൻ വോയിസ് ചെയ്യുന്നവരാണ്. ഹീറോയിൻ വോയിസ് ചെയ്യുന്നവരാണ് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന. മറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ വർക്കുണ്ട്. എസ്പെഷ്യലി എന്നും ബിസി ആയിരിക്കുന്ന ക്രൗഡ് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് എല്ലാ സിനിമയിലും വർക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സീരിയലിൽ എന്താ ഓപ്പർച്യൂണിറ്റി? വെബ് സീരീസ്, പാൻ ഇന്ത്യൻ മൂവീസൊക്കെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ടെക്നോളജി വളരും തോറും ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ വേറൊരു മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതല്ലെങ്കിൽ